ഹായ്. അപ്പം പെട്ടെന്ന് ഒന്ന് കോട്ടയത്തു നിന്ന് കാസർഗോഡിന് പോകേണ്ട ഒരാവശ്യമുണ്ടായി. അപ്പം ഞാനും മോനും തന്നെയുള്ളൂ. ഞങ്ങളങ്ങനെ രാവിലെ 9:30 പരശുറാം എക്സ്പ്രസ്സിന് പരശുവിന് കയറാൻ വേണ്ടിയിട്ട് കോട്ടയത്തു നിന്ന് കയറിയതാണ്. അങ്ങനെ അപ്പോൾ കുറച്ച് ട്രെയിനിലെ വിശേഷങ്ങളും അങ്ങനെയൊക്കെ വീഡിയോ എടുത്തതാണ്. ഇതിപ്പം മോന് ഫോൺ ഞാൻ തരില്ല, കാണാൻ തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓൻ്റെ ടോയൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായി ട്രെയിനിൽ കളിക്കാൻ. അപ്പോൾ അത് വെച്ച് കളിക്കുകയാണ്. സ്പൈഡർമാൻ്റെ ടോയൊക്കെ ഉണ്ട്. അങ്ങനെ കളിക്കുന്നു കുറേ സമയം. പുറത്തെ കാഴ്ചയെല്ലാം കണ്ടിട്ടിരിക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഫുൾ ടൈം ഫോണിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ കുറേ തരില്ല എന്ന് പറഞ്ഞിട്ട് അവന് ഇടയ്ക്ക് പിണങ്ങുന്നൊക്കെ ഉണ്ട് ഫോൺ കൊടുക്കാത്തതുകൊണ്ട്. പിന്നെ അതൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായില്ല. ഫുഡ് ട്രെയിനിൽ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരുത്തൻ ബിരിയാണിക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ബിരിയാണി അല്ലാണ്ട് വേറൊന്നും അവന് വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ അത്യാവശ്യം സീറ്റൊക്കെ ഉണ്ടായി. നമ്മൾ ബുക്കൊന്നും ചെയ്തില്ല, പെട്ടെന്ന് കയറി വന്നതാണ്. പക്ഷെ നല്ല ഒഴിവുണ്ടായി. നമ്മൾ ബാക്കിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയപ്പോൾ അതിൽ വലിയ തിരക്കുണ്ടായില്ല. അത്യാവശ്യം സീറ്റ് നമുക്ക് ഇരിക്കുകയോ കിടക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ മോനൊക്കെ സീറ്റ് മാറി മാറിയൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കളിച്ചിട്ടൊക്കെയാണ് നമ്മളങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ്. വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. അധികം ഇങ്ങനെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഇടയ്ക്ക് വെച്ച് ഒരു ഭയങ്കര ഒരു ട്രാജഡി നടന്നു. അതായത് ഫോണ് ചാർജിന് കുത്താൻ ഇതിൽ കയറിയാൽ ആ ഒരു ബാക്കി എല്ലാ കമ്പാർട്ട്മെൻറ്റിലും ഇതുണ്ട് ചാർജ്. നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ചാർജ് ചെയ്യുന്ന ഒരിത്. ഇതിപ്പോൾ മോനത് നോക്കാൻ പോകുന്നതാണ്. അങ്ങറ്റത്ത് ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് ഒരു ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി ചാർജ് നല്ലോണം തീരാറായപ്പോൾ അവിടെ പോയി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇരുന്ന സീറ്റ് ഫുഡ് കഴിച്ചിട്ട് ബാക്കി അങ്ങ് 1 മണി ബാത്റൂമിൻ്റെ സൈഡിലോട്ട് ബിരിയാണി ചോറ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ അവന് ബിരിയാണി തന്നെ നിർബന്ധമായിട്ടും വേണം. ഞാൻ പറഞ്ഞു ബിരിയാണി കഴിക്കണ്ട, നമുക്ക് വടയും ചായയും അല്ല വേറെ എന്തെങ്കിലും കഴിക്കാം, അതൊന്നും ഓക്കെ അല്ല ബിരിയാണി. അങ്ങനെ ബിരിയാണി വാങ്ങി. ഞാനൊരു സാദാ ചോറും വാങ്ങി. സാദാ ചോറിന് കാബേജ് തോരൻ, അച്ചാറും മീൻ കറിയുമായിരുന്നു. അപ്പം അവൻ ബിരിയാണി കഴിക്കുന്നുണ്ട്, ഞാനങ്ങനെ സാദാ ചോറും കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പിന്നെ ചാർജിന് ഇവിടെ വന്നിരുന്ന് ആദ്യം കഴിച്ചു. അത് കഴിഞ്ഞ് ചാർജ് കുത്താമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്ലാൻ ഇട്ടത്. അപ്പം അങ്ങനെ ചോറെല്ലാം കഴിച്ചിട്ടാണ് ചാർജ് കുത്താൻ പോയത്. ചാർജ് കുത്താൻ പോയപ്പോൾ അവിടെ ഒരു ഫോൺ വെക്കാൻ ഒരു ഇടയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ അവിടെ ഒരു പിന്നെ സ്വിച്ച് ബോർഡിൻ്റെയൊക്കെ ഒരു ഇതുണ്ടായി. അതിൻ്റെ ഇടയ്ക്കൊരു ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അതിലോട്ട് ഇങ്ങനെ ഫോൺ കയറ്റി വെക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ചാർജ് കുത്തി അവിടെ ഫോണും ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇവിടെ ഈ ഒരു കാണുന്ന താഴത്തെ ഒരു ഹോളിലാണ് വെച്ചത് ഫോൺ. അതിൻ്റെ അകത്തോട്ട് വന്നിരുന്നു പോയി. പിന്നെ എന്തോ ആവശ്യത്തിന് മോനൊന്ന് ഫോൺ എടുക്കാൻ പോയി. അവനിങ്ങനെ എടുക്കാൻ പോയപ്പോഴാണ് അതിൻ്റെ ഹോളിലൂടെ ഫോൺ താഴോട്ട് വീണിട്ട് അത് എടുക്കാൻ പറ്റില്ല. കാരണം താഴെ അവിടെ വീണിട്ട് ഒരു സ്ഥലത്ത് അവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. ഫോണ് പുറത്തോട്ടൊന്നും പോയില്ല. ബാത്റൂമിൻ്റെ ആ പിന്നെ ചാർജിങ്ങിൻ്റെ ഇടക്ക് താഴോട്ട് ഉള്ള ഫ്ലോറിലോട്ട് അത് വീണ് അവിടെ പിന്നെ എടുക്കാനൊന്നും പറ്റുന്ന ഒരു ഇതില്ല. അല്ല